ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിയാനായി. ഇന്ന് വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ആണ്, സൺഡേ. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും ഇന്ന് വീട്ടിൽ പോവും. അപ്പോൾ ഇന്നത്തെ കുറച്ച് വീഡിയോസ് കേട്ടോ, അതായത് വളരെ കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് പോകുന്നതായ കാരണം തന്നെ നമുക്ക് എന്താ പറയുക, കുറച്ച് എടുത്തു വെക്കാനും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറ്റുന്ന പോലെ എടുക്കാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ട് ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങി. നല്ല രസമാണ് അവിടെ വന്ന് കുറച്ച് ഒന്ന് പറമ്പിലൊക്കെ നടക്കാനൊക്കെ. അപ്പോൾ ഞാനിന്ന് അവിടെ മൊത്തം ഒന്ന് നടന്നു കേട്ടോ. മോന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ അവനെയും കൂട്ടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ പ്രകൃതിയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കാണാനും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് വൈബ്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി കുറേ നേരം പറമ്പിലൊക്കെ നടന്നു. അവിടെ ഞാൻ എന്താ പറയുക, ഈ കാണുന്ന കുളം, ഇത് കുളമല്ല, കിണറാണ് ശരിക്ക്. പക്ഷേ അതിൻ്റെ ചുറ്റുഭാഗം കെട്ടിയിട്ടില്ല. പിന്നെ ഇത് ഇത്ര ആഴമുള്ള കിണറൊന്നും അല്ല കേട്ടോ. ആകെ ഒരു 1.5 റിങ് താഴ്ച അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. തോട്ടത്തിൽ നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്, നമ്മൾ പറമ്പിൽ നനയ്ക്കാനൊക്കെ അതിൽ നിന്നാണ് വെള്ളം എടുക്കുക. പിന്നെ ഇത് ഒട്ടും വെള്ളം വറ്റാത്തൊരു കിണറാണ് കേട്ടോ. വേനൽക്കാലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പരന്ന് കിടക്കുമ്പോൾ കുളമാണോ കിണറാണോ എന്നൊന്നും മനസ്സിലാവണില്ല. അങ്ങനെയാണ് അത് കിടക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഇതിൽ വന്ന് കല്ലിട്ട് കിണറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ നേരം പറമ്പിലൊക്കെ നടന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നല്ല സൺലൈറ്റിൽ നല്ല ഫോട്ടോസൊക്കെ കുറച്ച് കിട്ടി. പിന്നെ ഇവിടെ ഈ പറമ്പിലധികവും വാഴയും അതുപോലെ തന്നെ കുറച്ച് കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുന്നേ ഉണ്ടായിരുന്ന വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നനയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വീട് വെച്ചിട്ട് ഇരുന്നതിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങോട്ട് മാറിയതിന് ശേഷം കുറച്ചും കൂടിയും സുഖമായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയാം. പിന്നെ അപ്പുറത്തൊക്കെ പറമ്പുകൾ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിരത്തിക്കൊന്നും അങ്ങനെ വല്ലാണ്ട് പോയില്ല. പിന്നെ അവിടെയൊക്കെ എന്താ പറയുക, ഞാൻ അവിടെ നോക്കിയപ്പോൾ ശംഖുപുഷ്പമില്ലേ, അത് നന്നായിട്ട് നിൽക്കുന്നത് കണ്ടു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു പേർപ്പിൾ കളറിലുള്ള ശംഖുപുഷ്പം. പിന്നെ ഇങ്ങോട്ട് വീടിരുന്നതിന് ശേഷം കുറച്ചധികം തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് വന്നിട്ട് കടച്ചക്ക എന്ന് പറയും, വേറെ എന്തോ ഒരു പേരും കൂടി പറയും. അതിൻ്റെ തൈയാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ധനുമാസത്തിൽ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ നല്ല തണുത്ത കാറ്റ്, നല്ല രസമുണ്ടായിരുന്നു പറമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ധനുമാസത്തിലല്ലേ തിരുവാതിര, അപ്പോൾ തിരുവാതിരക്കാറ്റാണ് വീശുന്നതെന്നാണ് പറയുന്നത്. നല്ല സൺലൈറ്റ് ഉള്ളത് കാരണം തന്നെ കുഞ്ഞിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടാണ്. അവന് ഈ ലൈറ്റ് ഉള്ളത് കാരണം തന്നെ മുഖം ശരിക്കും അങ്ങോട്ട് സ്ട്രേറ്റ് പിടിക്കാനൊന്നും പറ്റുന്നില്ല. എന്നാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഒപ്പിച്ചെടുത്ത് നല്ല ഭംഗിയുള്ള ഫോട്ടോസ് എടുത്തു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് പുറത്ത് പോകാനുണ്ട്. ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. നാളെ സ്കൂൾ തുറക്കല്ലേ, അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ പോകുമ്പോൾ അത് വാങ്ങാൻ പറ്റില്ല, അത് കാരണം ഷോപ്പിങ്ങൊക്കെ കഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മയ്ക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പിട്ടും അതുപോലെ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. ഫ്ലൈങ് കിസ് കൊടുത്ത ഒരു അപ്പോൾ നമ്മൾ ഫോറം സെൻറ്ററിൽ പോയിട്ട് അവിടെ നെസ്റ്റോയിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, അപ്പോൾ അതൊക്കെ കഴിക്കണം. പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്ക് നമുക്ക് വീട്ടിലെത്തുകയും വേണം. അപ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ടാണ് കേട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ കുറച്ച് തിരക്കായിരുന്നു, വെക്കേഷനൊക്കെ അല്ലേ, ചിലപ്പോൾ അതിൻ്റെയും കൂടിയൊക്കെ ആയിരിക്കാം. പിന്നെ അവിടെ ഓഫർ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വളരെ തിരക്കായിരുന്നു. പിന്നെ ക്രിസ്മസിൻ്റെ എന്താ പറയുക, ഡെക്കറേഷൻസ് ഒന്നും അവിടെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു.
ഇവിടെ എപ്പോൾ ഷോപ്പിങ്ങിന് വന്നാലും എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെങ്കിലും ഞാൻ കാണാറുണ്ട് കേട്ടോ. അതെനിക്കൊരു വലിയ ഹാപ്പിനെസ്സാണ്. അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ബില്ലാക്കിയിട്ട് പുറത്തോട്ട് ഇറങ്ങി. അവിടെ നെറ്റ്വർക്ക് സ്ലോ ആയ കാരണം ബില്ലിൻ്റെ അവിടെ കുറച്ച് ടൈം പോയിട്ടോ. അങ്ങനെ പിന്നെ മക്കൾക്ക് ഈസി ബൈയിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ കയറി അവർക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ നേരം ഞാൻ മോനെ കുറച്ച് നേരം ഒന്ന് താഴെ നിർത്തിയിട്ട്, അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, അവൻ വാശി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കുറച്ച് നേരം അങ്ങനെ നടന്ന് കളിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ നടക്കാൻ തുടങ്ങിയതിന് ശേഷം ആൾ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്വന്തമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു. ഞങ്ങൾ കറക്റ്റ് ഒരു 1:30 ആകുമ്പോൾ തന്നെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരാഗ്രഹം വർക്ക് ഏരിയയിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണമെന്ന്. അമ്മയ്ക്കിന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ കല്യാണത്തിന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ വർക്ക് ഏരിയയിൽ ഇരുന്നിട്ട് ആണ് ഫുഡ് കഴിച്ചത് എല്ലാവരും കൂടായിട്ട്. അപ്പോൾ ഇന്ന് ലഞ്ചിന് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ മാന്തളായിരുന്നു കറി ഉണ്ടായിരുന്നത്. അച്ചാർ, പപ്പടം, ഉപ്പേരി ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മോനും അവിടെ ഉണ്ടായിരുന്നു. അവന് എന്താ പറയുക, കുക്കുംബർ ഉണ്ടായിരുന്നു കട്ട് ചെയ്ത്. അപ്പോൾ അവൻ അത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ചോറ് അവന് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ചൊരു ഉറക്കമൊക്കെ ഉറങ്ങി കഴിഞ്ഞപ്പോൾ പോവാനുള്ള സമയമായി തുടങ്ങി. അപ്പോൾ നന്ദു ചേച്ചി ഇന്ന് നേരത്തെ ഇറങ്ങുകയാണ്. അവളൊരു 4-4:30 ആകുമ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. അപ്പോൾ നന്ദു റെഡി ആയിട്ടുണ്ട്. മോൻ അവിടെ ഇരുന്നിട്ട് എന്താ പറയുക, കുറച്ച് ദിവസം വളരെ ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. കുറേ നേരം നന്ദുവിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു അവൻ. അപ്പോൾ പുറത്തോട്ട് പോകാനൊക്കെ. അപ്പോൾ ഇപ്പോഴും അവൾ പോകാൻ നേരത്ത് പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് കരയാണ്. അങ്ങനെ അവർ പോയി. ഇനിയിപ്പോൾ എനിക്ക് പോകണം. ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഞാൻ പോകാൻ വേണ്ടിയിട്ട് നിന്നത്. സൈഡിന് അപ്പോഴാണ് വന്നത്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങി. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ കേട്ടോ റെഡി ആയിട്ടുള്ളത്. കാരണം അവിടെ അടുത്തേക്ക് തന്നെയല്ലേ പോകുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ പെട്ടെന്ന് തീർന്ന പോലെ തോന്നിയിട്ടോ. ഞാൻ വന്നതും അതുപോലെ തന്നെ ഒരു 5-6-7 ദിവസമെങ്കിലും നിന്നിട്ടുണ്ടാവും. എത്ര പെട്ടെന്നാണ് കഴിഞ്ഞതെന്ന് ആലോചിക്കായിരുന്നു. ഞങ്ങൾക്കാർക്കും പോകണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളൊക്കെ തുറക്കുന്ന കാരണം അങ്ങനെ പോകുന്നതാണ്. എന്തായാലും അമ്മ ടാറ്റയൊക്കെ കൊടുത്തു മക്കൾക്ക്. അപ്പോൾ ഞങ്ങളിനി പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേയിലെ വിശേഷങ്ങളെന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ക്രിസ്മസ് വെക്കേഷൻ അടിപൊളിയായിരുന്നു. എല്ലാവരും ഹാപ്പിയാണ്. മക്കളായാലും ഉണ്ണിയായാലും മോന് നല്ല എന്താ പറയുക, എടുക്കാനും കുറേ ആളുകളുണ്ടായിരുന്നു, കളിക്കാനും ആളുകളുണ്ടായിരുന്നു, പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകാനൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ടാറ്റാ, ബൈ, സീ യു.